Hi friends, welcome to Commerce Bites. I hope you people are all doing well. നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നമ്മളുടെ മുന്നിൽ ഇനിയുള്ളത് വെറും 59 ഡേയ്സ് ആണ്. അത് ഓർത്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആവുക, അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആവാം, കൂടുതൽ കോൺസെൻട്രേഷൻ നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിലേക്ക്. ആകെ ഇനി 59 ദിവസമല്ലേ ഉള്ളൂ. ആ ഒരു 59 ദിവസം ഞാൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ ഡിസ്കഷനാണ്. അതും നമ്മൾ ഒരു 5 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അത് നമ്മളവിടെ 12 കീവേഡ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനും നമ്മൾ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു സമയനഷ്ടം എന്ന് വിചാരിക്കേ വേണ്ട. പകരം നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടാണ് എന്ന് വിചാരിച്ച് വേണം നിങ്ങൾ ഈ വീഡിയോസ് അറ്റൻഡ് ചെയ്യാൻ. തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് പോയതുകൊണ്ട് നമ്മൾക്ക് 3 ക്വസ്റ്റ്യൻസേ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സോ അതിലെ 2 ക്വസ്റ്റ്യൻസും ഇനി ഈ ഒരു വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 53. എ പേഴ്സൺസ് കണ്ടീഷൻ വിത്ത് റിഗാർഡ് ടു ദെയർ സൈക്കോളജിക്കൽ ആൻഡ് emotional well-being is known as option A emotional intelligence, option B social intelligence, option C mental health, and option D personality. Here the answer will be option C, that is mental health. Mental health refers to the emotional and psychological well-being. Having a good mental health helps you lead a relatively ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ്. നമുക്കൊരു നല്ല മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് നല്ല ഹാപ്പിയുമായിരിക്കും, അതുപോലെ ഹെൽത്തിയുമായിരിക്കും. 2 in 1 ആണ്. ഹാപ്പിയുമായിരിക്കും, അതുപോലെ തന്നെ ഹെൽത്തിയുമായിരിക്കണം. മെൻ്റൽ ഹെൽത്താണ്. ഓക്കെ, നമ്മളുടെ മൈൻഡും നമ്മളുടെ ഹെൽത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിലുണ്ടാകുന്ന അബ്യൂസ്, നെഗ്ലെക്റ്റ്, സോഷ്യൽ ഐസൊലേഷൻ, നോൺലിനെസ് എന്നൊക്കെ പറയുന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെടുത്തുക. ഓക്കെ, നമ്മൾ സോഷ്യലി ഒറ്റപ്പെടുക. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ കൂടുന്നില്ല. ഇതെല്ലാം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കും. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഇസ് പേഴ്സണാലിറ്റി. എല്ലാവർക്കും അറിയാം ഈച്ച് ആൻഡ് എവ്രി ഇൻഡിവിജ്വലും യുണീക്കാണ്. എല്ലാവരുടെയും ബിഹേവിയർ ആണെങ്കിലും അതുപോലെ തന്നെ തിങ്കിങ്, ഫീലിങ്സ്, എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിങ്. എല്ലാവരുടെയും ഒരു ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. സോ അതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ടിപ്പിക്കൽ പാറ്റേൺ ഓഫ് തിങ്കിങ്, ഫീലിംഗ്, ബിഹേവിയർ ദാറ്റ് മേക്സ് പീപ്പിൾ യുണീക്ക്. ഞാൻ പറഞ്ഞു എല്ലാ മനുഷ്യന്മാരും യുണീക്കാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അത് തന്നെയാണ് പേഴ്സണാലിറ്റി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ സോഷ്യൽ ഇൻ്റലിജൻസാണ്. ഇമോഷണൽ ഇൻ്റലിജൻസിനെ നമുക്ക് സോഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. നമ്മളെ തന്നെയാണ്. ഇൻട്രാ റിലേഷനാണത്. നമ്മളെ തന്നെ. അത് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഓൺ ദ അതർ ഹാൻഡ് സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിനെ ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയും. അവിടെ നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും ഉള്ള ഒരു കഴിവിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമോഷൻസ് നമ്മൾ പോസിറ്റീവ് വേയിലൂടെ എടുക്കുന്നതിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾക്കൊരു 5 to 6 കണ്ടീഷൻസ് ഉണ്ട്. അത് എല്ലാ ആൾക്കാർക്കും ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ലോകത്ത് ഒരു പ്രശ്നങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ആ ഒരു കേസുകൾ എന്ന് പറയുന്നത് റിലീഫ് സ്ട്രെസ് ഇല്ല, കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി, നല്ല രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എംപത്തൈസ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോട് എംപത്തൈസായി പെരുമാറുക, ഓവർകം ചാലഞ്ചസിനെ ഓവർകം ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലെ ഏറ്റവും വലിയ ചാലഞ്ചാണ് കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. നിങ്ങളിപ്പോൾ സുഖമായിട്ട് കേരള സെറ്റ് 2020 എക്സാം ക്രാക്ക് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് യു പീപ്പിൾ വിൽ ബി റിസീവിങ് ദാറ്റ് റിസൾട്ട് ഇൻ സെപ്റ്റംബർ.
ഓക്കെ, ആ ഒരു ചാലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോസ് കാണുന്നതും കേരള സെറ്റിനും പ്രിപ്പയർ ചെയ്യുന്നതും, റൈറ്റ്? സോ ഇത് നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ചാലഞ്ചിനെ നിങ്ങൾ ഓവർകം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഡിഫ്യൂസ് കോൺഫ്ലിക്റ്റ്. എത്രത്തോളം ഈ വഴക്കുകൾ ഒഴിവാക്കുന്നു അത്രത്തോളം നല്ലതാണ്. ബിക്കോസ് ഒരു വഴക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, അത് ഡിഫ്യൂസ് ചെയ്യാനാണ് വളരെ ബുദ്ധിമുട്ട്. സോ ട്രൈ ടു നോട്ട് ക്രിയേറ്റ് എനി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പീപ്പിൾ. ഓക്കെ, സോ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഉള്ള ആ ഒരു ഇൻ്റലിജൻസിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഐ ഹോപ്പ് യു പീപ്പിൾ ഓൾ ഗെറ്റ് ഇറ്റ്, റൈറ്റ്? ഇനി സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റിലേഷൻ. ഇപ്പോൾ നമ്മൾ മറ്റൊരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ സംസാരിക്കണം, അത് ആൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആളോട് നമ്മൾ സംസാരിക്കണം. പിന്നെ എന്ത് സംസാരിക്കണം, എങ്ങനെ നമ്മൾ പെരുമാറണം, ഈ ഓരോ ഇൻ്റലിജൻസിനെയാണ് സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് വാട്ട് ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് സോഷ്യൽ ഇൻ്റലിജൻസ്. സോഷ്യൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്തോ, അത് ഇൻ്റർ റിലേഷൻ ആയിരിക്കും, നമ്മളും മറ്റൊരാളും. അങ്ങനെയായിരിക്കും സോഷ്യൽ ഇൻ്റലിജൻസ് വരുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് സോഷ്യൽ ഇൻ്റലിജൻസും ഇമോഷണൽ ഇൻ്റലിജൻസും. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ്. ഓക്കെ, ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 54. Constructive theorist postulate by Vygotsky states that learning occurs. Options are: option A, as a sequence of learning stimulus response association; option B, as a result of experiences of children in terms of social and cultural context; option C, as genetically predetermined; and option D, as a result of biological maturation. ഇവിടെ എൻ്റെ സ്റ്റുഡൻസ്, എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്റ്റുഡൻസിന് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഏതായിരിക്കും ആൻസർ എന്നുള്ളത്. യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഈ ഒരു ഓപ്ഷൻ ബിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം. സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ, നമ്മുടെ ഓപ്ഷൻ എയിലുള്ള സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ എന്നുള്ളത് ലിവ് വൈഗോട്സ്കി മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. ആളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ചിൽഡ്രനെയും സോഷ്യലിനെയും കൾച്ചർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ് ലിവ് വൈഗോട്സ്കി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. സോ നമുക്ക് ഉറപ്പിച്ച് പറയാം ഓപ്ഷൻ ബി തന്നെയാണ് ആൻസർ. പിന്നെ ജനറ്റിക്കലി പ്രീഡിറ്റർമൈൻഡ്, ഇതൊന്നും മെൻഷൻ ചെയ്യാത്ത പോയിൻറ്റ്സ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിവ് വൈഗോട്സ്കിയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട കാര്യം ചൈൽഡിനെ ഡെവലപ്മെൻറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ലാംഗ്വേജ്, സോഷ്യൽ, കൾച്ചർ, സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് സോഷ്യോ കൾച്ചറൽ തിയറി. ഈ 5 പോയിൻ്റാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം ലിവ് വൈഗോട്സ്കിനെ ബന്ധപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഈ 5 പോയിൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എല്ലാ ക്വസ്റ്റ്യനും വരുന്നത്. ദാറ്റ് ഇസ് ഫോർ 100% ഷുവർ. ഞാൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എഴുതി തരാം. കാരണം ലിവ് വൈഗോട്സ്കിയുടെ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു 5 പോയിൻറ്റ്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതിൻ്റെ 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, സോ ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ അപ്രോച്ച്. ലിവ് വൈഗോട്സ്കി എന്ന് പറയുമ്പോൾ തന്നെ ഈ 5 പോയിൻ്റ് ആയിരിക്കണം നിങ്ങളുടെ മൈൻഡിൽ. അതുപോലെ തന്നെ പൈഗറ്റിനും കുറച്ച് പോയിൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പൈഗറ്റിൻ്റെ ഒരു ഫുൾ ഓൺ വീഡിയോ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പൈഗറ്റും ലിവ് വൈഗോട്സ്കി പോലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇഫ് യു പീപ്പിൾ ആർ എ സീരിയസ് കാൻഡിഡേറ്റ്സ്, ഡോണ്ട് മിസ് ഔട്ട് ടു വാച്ച് ദാറ്റ് വീഡിയോ. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൈഗോട്സ്കി എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ചിൽഡ്രൻ്റെ ലേണിംഗ്, അതുപോലെ തന്നെ സോഷ്യൽ, കൾച്ചറൽ, ലാംഗ്വേജ്, സോഷ്യൽ ഇൻട്രാക്ഷൻ. ഇത്ര പോയിൻറ്റ്സാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ 5 പോയിൻറ്റ്സ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. ആ ഒരു ഒറ്റ കാര്യമാണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തത്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 55. What is the test by which difficulties in learning can be assessed? Difficulties in learning can be assessed ചെയ്യാൻ പറ്റിയ ഒരു ടെസ്റ്റ് ഏതാണ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ
prognostic test, option B achievement test, option C performance test, and option D diagnostic test. Here the answer is option B, that is diagnostic test. So diagnostic test എന്ന് പറയുന്നത് it is the test designed to locate specific learning deficiencies in case of specific individuals at specific stage of learning. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രം ഇതുപോലെയുള്ള ഒരു ടെസ്റ്റ് നടത്തേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ബിക്കോസ് അവിടെ നമുക്ക് അവരുടെ ലേണിംഗ് ഡിഫിഷ്യൻസീസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. എന്താണ് അവരുടെ ശരിക്കുള്ള പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കാൻ നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് വാട്ട് ഐ മീൻ, റൈറ്റ്? സോ diagnostic test is a test designed to locate specific learning deficiencies in case of specific individuals. Okay, and നമ്മൾ ഈ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാ? നമ്മൾ ആസ് എ ടീച്ചർ നമ്മളൊരു സ്പെസിഫിക് എഫേർട്ട് ഇട്ടിട്ട് ആ ഒരു ഡെഫിഷ്യൻസീസ് നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ വി ഷുഡ് ഓവർകം. നമ്മൾ ആ ഒരു സ്റ്റുഡൻറ്റിനെ കരകയറ്റി കൊണ്ടുവരണം നമുക്ക് പറ്റുന്നതാണെങ്കിൽ. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ടെസ്റ്റ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ടെസ്റ്റ് ഈസ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രെഡിക്റ്റ് ഹൗ വെൽ എ സ്റ്റുഡൻറ്റ് ഇസ് ലൈക്ലി ടു ഡു ഇൻ എ സർട്ടൻ സ്കൂൾ സബ്ജക്റ്റ് ഓർ ടാസ്ക്. നമ്മൾ ആ ഒരു അക്കാഡമിക്ക് തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മളൊരു സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോയിക്കോണ്, ആൻഡ് അറ്റ് ദ ടൈം നമ്മൾക്ക് പ്രിൻസിപ്പൾ അവരുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്ന് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു, ഹൗ വെൽ വി ഡു എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റിനെയാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. So it predicts how well a student is likely to do in a certain school or subject or task. So ഇതാണ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റും ഒന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ മീനിങ് മിക്സപ്പ് ആയി പോരുത്. സോ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ, സോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഏരിയാസ് ഓഫ് വീക്ക്നെസ് ആണ്, ആൻഡ് ദേ വിൽ ബി ടേക്കിംഗ് സ്യൂട്ടബിൾ റെമഡീസ് ടു ഗെയിൻ ദ നോളജ്. ഓക്കെ, ആൻഡ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മളുടെ എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മൂവിങ് ടു നെക്സ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഈസ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഇസ് ടു മെഷർ ദ സ്കിൽസ് ആൻഡ് നോളജ് ലേൺഡ് ഇൻ എ ഗിവൺ ലെവൽ. ആ ഒരു ഗിവൺ ലെവലിൽ നമ്മൾ എത്രത്തോളം നമ്മളുടെ സ്കിൽസ്, നമ്മളുടെ നോളജ് പഠിച്ചു, നമ്മൾക്ക് എത്രത്തോളം സ്കിൽസ് നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് മെഷർ ചെയ്യാനായിട്ടൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ 12th നമ്മൾ പഠിച്ചു, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് 12th ആനുവൽ എക്സാം ഉണ്ട്. സോ ആ ഒരു ആനുവൽ എക്സാമിൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം നമ്മൾ പഠിച്ചു, എങ്ങനെയൊക്കെയുണ്ട് നമ്മുടെ സ്കില്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. എത്രത്തോളം ഞാൻ അച്ചീവ് ചെയ്തു എന്ന് മെഷർ ചെയ്യാനായിട്ടുള്ള ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് ടെസ്റ്റ് ഈസ് പെർഫോമൻസ് ടെസ്റ്റ് അഥവാ പെർഫോമൻസ് അസസ്മെൻറ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒതൻറ്റിക് അസസ്മെൻറ്റ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ടെസ്റ്റിംഗ് ദാറ്റ് റിക്വയർസ് ദ സ്റ്റുഡൻറ്റ് ടു പെർഫോം എ ടാസ്ക് rather than select an answer from the ready-made list. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാം പോകുന്നത് ഒരു പെർഫോമൻസ് അസസ്മെൻ്റ് ആയിട്ടാണ്, ഒരു പെർഫോമൻസ് ടെസ്റ്റായിട്ടാണ്. ഇപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ നമ്മൾക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 40% മാർക്ക് നമുക്ക് പേപ്പർ 1 വേണം, 40% മാർക്ക് നമുക്ക് പേപ്പർ 2 വേണം, ഓൾ ടുഗെദർ 48 മാർക്സ് ഇൻ ടോട്ടൽ നമുക്ക് വേണമെന്ന്. അത് നമുക്ക് ഒരു ക്രൈറ്റീരിയ ആണ്, അത് ഒരു ക്രൈറ്റീരിയ ടെസ്റ്റായിട്ട് വരും. സോ ഈ ഒരു ടെസ്റ്റിൽ ഇപ്പോൾ പെർഫോമൻസ് ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പെർഫോമൻസ് ടെസ്റ്റിൽ നമ്മൾ എത്രത്തോളം പെർഫോം ചെയ്തു എന്ന് അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് പെർഫോമൻസ് ടെസ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഫ്യൂച്ചർ ടീച്ചേഴ്സാണ്, നമ്മൾ ഇൻ്റർവ്യൂവിന് പോകും. ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് ഇൻ്റർവ്യൂ ബോർഡിൽ ആരെങ്കിലും നമ്മളോട് ചോദിക്കും ഹാവ് എ ഡെമോ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പെർഫോമൻസാണ് അവിടെ അവർ മെഷർ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്, വെരി സിമ്പിൾ. നമ്മളുടെ പെർഫോമൻസ് അളക്കുന്ന ഒരു ടെസ്റ്റാണ് പെർഫോമൻസ് ടെസ്റ്റ്. മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് വീഡിയോ, ആസ് എ ടീച്ചർ how will you practice democratic values in the classroom? Options are option A, by organizing prayer, B, by collaborating with the students to plan their work, option C, by conducting quiz programs, and option D, imparting rigid discipline.
ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, അതായത് ബൈ കൊളാബറേറ്റിംഗ് വിത്ത് സ്റ്റുഡൻസ് ടു പ്ലാൻ ദെയർ വർക്ക്. നമുക്കെല്ലാവർക്കും അറിയാം ഡെമോക്രാറ്റിക് വാല്യൂസ് എന്നുള്ളത്. ഡെമോക്രാറ്റിക് വാല്യൂസ് മീൻസ് ദാറ്റ് ദീസ് ആർ ദ ഐഡിയാസ് ഓർ ബിലീഫ് ദാറ്റ് മേക്ക് എ സൊസൈറ്റി ഫെയർ. ഞാൻ വാല്യൂസിനെ പറ്റിയിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈവൻ ദോ ലെറ്റ് മീ റിമൈൻഡ് യു വൺ തിങ്, വാല്യൂസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പേഴ്സണൽ ലൈഫിൽ ആവശ്യമുള്ള ഒരു ഘടകമാണ് വാല്യൂസ് എന്ന് പറയുന്നത്. സോ ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് വാല്യൂസ് ഇസ് പ്രാക്ടീസിങ്. നിങ്ങൾക്ക് വാല്യൂസ് എന്താ എന്നുള്ളത് മനസ്സിലായി, റൈറ്റ്? സോ വാല്യൂസിന് നമ്മൾ അവർക്ക് ഇമ്പാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു ഡിസിപ്ലിൻ അങ്ങനെയൊന്നുമല്ല അവർക്ക് ഫോളോ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആസ് എ ടീച്ചർ അവർക്ക് ഒപ്പം നിന്ന് ഒരു ഗൈഡായിട്ടാണ് നിൽക്കേണ്ടത്. ഓക്കെ, ദിസ് ഈസ് ഹൗ യു പ്രാക്ടീസ് ഡെമോക്രാറ്റിക് വാല്യൂസ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂം എപ്പോഴും ഒരു ഡെമോക്രാറ്റിക് ക്ലാസ് റൂം ആയിരിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. മേ ബി യു പീപ്പിൾ ക്യാൻ എക്സ്പെക്ട് ദിസ് ക്വസ്റ്റ്യൻ, ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, എങ്ങനെയായിരിക്കണം ഒരു ക്ലാസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. സോ ഡെമോക്രാറ്റിക് ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, സോ എപ്പോഴും നമ്മൾ ഭയങ്കര റിജിഡായിട്ട് പക്ക ഡിസിപ്ലിൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡല്ല ഒരു ടീച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പകരം കുട്ടികളുടെ ഒപ്പം അവരുടെ ഏജിലേക്ക് നമ്മൾ താഴ്ത്തിക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ഒപ്പം അവരുടെ വർക്കിനെ കൊളാബറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അവർക്ക് വാല്യൂസ് പകർന്നു കൊടുക്കാൻ. ഓക്കെ, ഒരു ഫ്രണ്ട്ലി നേച്ചറാണ് സ്റ്റുഡൻസ് നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ പ്രൊവൈഡ് ദം ദാറ്റ് ആൻഡ് ദേ വിൽ ബി വെരി ഹാപ്പി. വിത്ത് ദിസ് നോട്ട് I am concluding this video. Till then, work hard and study well. Bye.